ഓക്കെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് പറയാൻ വേണ്ടി പോകുന്നത് ഒരു ഹിന്ദി സിനിമയുടെ റിവ്യൂ ആണ് പറയാൻ വേണ്ടി പോകുന്നത്. അതായത് ആനിമൽ എന്ന് പറഞ്ഞൊരു സിനിമയുടെ റിവ്യൂവിങ് കാര്യങ്ങളൊക്കെയാണ് പറയാൻ വേണ്ടി പോകുന്നത്. സന്ദീപ് റെഡ്ഡി വാഗ ആണ് ഈ സിനിമ ഡയറക്ഷൻ ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ വരുന്നത് രൺവീർ കപൂർ, മദാന, പിന്നെ ബോബി ഡിയോൾ, അനിൽ കപൂർ, അങ്ങനെ ഒട്ടനവധി താരങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് പുതുമുഖ താരങ്ങളും പിന്നെ അറിയപ്പെടാത്ത ഒരുപാട് താരങ്ങളെ വെച്ചിരിക്കുന്ന ഒരു പക്ക സിനിമയാണ് ഈ ആനിമൽ എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ. ഒട്ടനവധി താരങ്ങളുണ്ട്. പ്രധാനപ്പെട്ട നമുക്കറിയാവുന്ന താരങ്ങളെ കാരണം വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ രൺബീർ, രശ്മിക, അനിൽ കപൂർ അങ്ങനത്തെ താരങ്ങളൊക്കെ മാത്രം നമുക്ക് അറിയപ്പെടുന്ന നായകന്മാരായിട്ട് ഈ സിനിമയിൽ വരുന്നുള്ളൂ. പിന്നെ പൊതുവെ ഈ സിനിമയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ബ്രൂട്ടൽ സിനിമയാണ്. നമുക്ക് ഒരുപാട് വയലൻസ് സീൻ കാണാൻ വേണ്ടി പറ്റിയതും ഒരുപാട് അഡൽട്ട് കണ്ടന്റുള്ള സിനിമയും കൂടെയാണ് ഈ ഒരു സിനിമ. ഇതിന് ഒരിക്കലും ഒരു ക്ലീൻ യു സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വേണ്ടിയുള്ള ഒരു ചാൻസും ഇല്ല. അത്രയ്ക്ക് വയലൻസ് ആൻഡ് അഡൽട്ട് കണ്ടൻറ്റ് ഒരുപാടുള്ള ഒരു സിനിമയാണ് ഈ കാര്യങ്ങളൊക്കെ. പിന്നെ പ്രധാനമായിട്ട് സിനിമ എങ്ങനെയുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഹാഫ് വരെ സിനിമയ്ക്ക് മികച്ചതെന്ന് തോന്നുന്ന രീതിക്കുള്ള ഒരു തിരക്കഥയോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒറ്റ പാറ്റേൺ കൂടിയാണ് പടം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരൊറ്റ പാറ്റേൺ മാത്രമേ പടത്തിനകത്തുള്ളൂ. അതായത് അച്ഛൻ മകൻ സ്നേഹം, ആ ഒരു ലേബലിൽ പിന്നെ രൺബീർ കപൂറിനെ കുറച്ചുകൂടെ ഒരു മാസ്സായിട്ട് കാണിക്കാനും അദ്ദേഹത്തിന് വേണ്ടി കുറച്ച് അഡീഷണൽ ആക്ഷൻ പാക്ക് സീക്വൻസുകളൊക്കെ ഒരുപാട് ബ്രൂട്ടൽ വയലൻസോട് കൂടി ഈ സിനിമയിൽ സംവിധായകൻ സന്ദീപ് റെഡ്ഡി വാഗ കൊണ്ടുവന്നു എന്നുള്ള കാര്യം നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത്രയ്ക്കാണ്. പിന്നെ ഈ ഒരു സിനിമയിൽ നമ്മളെ രശ്മിക മദാനയാണ് ഈ സിനിമയിൽ നായികയായിട്ട് വരുന്നത്. ഈ നായികയായിട്ടുള്ള രശ്മിക മദാനയ്ക്ക് ഈ സിനിമയിൽ ഒട്ടും ആപ്റ്റാവത്തെന്നൊക്കെ എനിക്ക് തോന്നുന്നത്. വേറെ ഏതെങ്കിലും ഒരു നായികനെ കൊണ്ടുവന്ന് ചെയ്യിപ്പിക്കേണ്ട ഒരു കാര്യങ്ങളൊക്കെയാണ് ഈ സിനിമയിൽ ഉണ്ടായിരുന്നത്. ഹിന്ദി തന്നെ നിൽക്കുന്ന ഏതെങ്കിലും ഒരു നായിക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടെ രൺബീർ കപൂറായിട്ട് കുറച്ചുകൂടെ മാച്ചായിപ്പോൾ ഇത് ഒരു ചെയ്ത് വെച്ചു. ഓക്കെ, രശ്മിക ചെയ്തു, പക്ഷെ എന്നാലും ഒരു സിങ്ക് ആവാത്തതൊക്കെയാണ് എനിക്ക് പേഴ്സണലി തോന്നി. ആ ഒരു കഥാപാത്രത്തിൻ്റെയും രശ്മികയുടെ പെർഫോമൻസ് തമ്മിൽ ഒരിക്കലും സിങ്ക് ആവാത്തതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. അതൊരു നെഗറ്റീവ് തന്നെയാണ് ഈ സിനിമയുടെ. ആ ഒരു കഥാപാത്രത്തിൻ്റെ മാനറിസങ്ങളോ അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡോ കാര്യങ്ങളൊന്നും മികച്ച രീതി കൊണ്ടുവരാൻ വേണ്ടി രശ്മികയ്ക്ക് പറ്റിയില്ല എന്നുള്ള കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ചിലയിടങ്ങളിലൊക്കെ നമ്മൾ രൺബീർ കപൂറിൻ്റെ ചില പെർഫോമൻസ് മേക്ക് ഓവർ കാര്യങ്ങളൊക്കെ എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. അതായത് ഒരു പക്ക ഒരു ഡെവിളിഷ് ഡോൺ എങ്ങനെ നിൽക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് അത്രയ്ക്ക് താൻ എന്തും ചെയ്യും എന്നുള്ള രീതിക്കുള്ള ഒരു ആറ്റിറ്റ്യൂഡും തിങ്കിങ്ങും കൊണ്ട് നിൽക്കുന്ന ഒരു പക്ക ഒരു മാസ് ഗാങ്സ്റ്റർ ബ്രൂട്ടൽ മാൻ നിൽക്കുന്നതൊക്കെയായിരിക്കും ആ ഒരു കാര്യങ്ങളൊക്കെ. എന്തും ചെയ്യും പുള്ളി, എന്ത് ചെയ്യും എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കൊല്ലണമെങ്കിൽ കൊല്ല്, വെട്ടാണെങ്കിൽ വെട്ട്, ആ രീതിക്കുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ആളായിട്ട് തോന്നിപ്പോയി. പിന്നെ ചിലയിടങ്ങളിൽ ഈ രൺവീറിൻ്റെയും രശ്മികയുടെയും സീക്വൻസിലൊക്കെ എടുത്തു വെച്ചിരുന്ന കുറച്ച് രംഗങ്ങൾ കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ഒരു ബോണ്ടിങ് പരമായിട്ട് അത് സിനിമയുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത രീതിക്കകത്ത് ഷോട്ടാണ്. അതൊക്കെ കാണാൻ ഗംഭീരമാണ്. അവരുടെ റൊമാൻസ് സീൻസും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് അതിനെ കൊണ്ടുവന്നെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ ഫസ്റ്റ് ഹാഫ് വരെ ഒരേ ലേബലിൽ കൂടെ ഈ സിനിമ ഇങ്ങനെ പിടിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലെന്ന, പിന്നെ കുറച്ച് ആക്ഷൻ സീക്വൻസ്, ബ്രൂട്ടൽ സീൻസ്, അച്ഛനോടുള്ള സ്നേഹം, അച്ഛൻ മകൻ സ്നേഹം, മകൻ അച്ഛന്മാർ തമ്മിലുള്ള ഒരു വിരോധങ്ങളും കാര്യങ്ങളും ഫാമിലി പരമായിട്ടൊക്കെ പോണ സമയത്ത് ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്ത ഒരു ഗ്രാഫ് ഇങ്ങനെ സിനിമയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ സമയത്ത് വന്ന ഒരു എൻട്രിയാണ് ഈ സിനിമയുടെ ഏറ്റവും മികച്ച ഒരു ടേണോവായിട്ട് തോന്നിയ ബോബി ഡിയോളിൻ്റെ എൻട്രി തൊട്ട് ആ ഒരു ജമാൽ എന്നുള്ള സോങ്ങൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സോങ്ങൊക്കെ വെച്ച് വന്നിട്ട് പെർഫെക്റ്റ് എൻട്രിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ പുള്ളിയുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഒരു മാനറിസം, അതൊക്കെ സത്യം പറഞ്ഞാൽ പുള്ളി അങ്ങ് പെർഫെക്റ്റായിട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മളിപ്പോൾ നേരത്തെ ഈ റീസെൻ്റായിട്ട് കണ്ട ഈ കങ്കുവ സിനിമയിലൊക്കെ ഈ ബോബി ഡിയോളിനാണോ ആ റോളിൻ്റെ കൊടുത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ എന്തിനെ കൊടുത്താണ് ചിന്തിക്കുന്നത്. കാരണം പുള്ളി ഒരു ഐക്കോണിക് സ്റ്റാറാണ്. പുള്ളിക്ക് വേറെ ലെവലിൽ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ലെവലിൽ പുള്ളി ചെയ്യും. ആ ഒരു കാര്യം വെച്ച് ഇതിൽ ആക്ഷൻ, മാസിന് മാസ്, പെർഫോമൻസ് എല്ലാം കൊണ്ട് പുള്ളി അങ്ങ് തകർക്കുന്നുണ്ട്. ഈ പുള്ളി ഒന്ന് വെച്ചുകൊണ്ട് സിനിമ തന്നെ ആയത്. അതായത് ഇത്രയും നേരം ഒരു രൺബീർ കപൂറിൻ്റെ ഒരു എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ലെവലിൽ അത്രയ്ക്ക് ഗ്രാഫ് ഉയരാൻ താഴ്ന്ന് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന സിനിമയിൽ ഇദ്ദേഹം വന്ന സമയത്ത് ഒരു തിരക്കഥയൊന്ന് സ്ട്രോങ് ആയി, പിന്നെ പെർഫോമൻസ് ലെവലായ സിനിമ എനർജറ്റിക്കായിട്ട് മാറി. ആ രീതിക്ക് ഇനി എന്ത് സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് നമുക്ക് ത്രില്ലിംഗ് മൂഡിലിട്ട് ഈ സിനിമ കൊണ്ടുവന്നെങ്കിൽ വേണമെങ്കിൽ പറയാൻ വേണ്ടി പറ്റും. പിന്നെ കുറേ ട്വിസ്റ്റൊക്കെ ഉണ്ട് ഈ പടത്തിനകത്ത്, ഗംഭീരമായ ട്വിസ്റ്റും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ബോബി ഡിയോൾ എന്ന ആക്ടർ നമുക്കറിയാം, പണ്ട് തൊട്ടേ ഈ ഹിന്ദി സിനിമയുടെ ഒരു മികച്ചതായിട്ട് വന്ന സമയം തൊട്ടേ ഹിന്ദി സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരാളായിരുന്നു ഈ ബോബി ഡിയോൾ. അപ്പോൾ പുള്ളി കുറേ ഹീറോ ആയിട്ടും സഹനടനായിട്ടൊക്കെ ഒരുപാട് വേഷങ്ങളൊക്കെ പുള്ളി ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം വെച്ച്
ഈ പുള്ളീനെ ക്ലൈമാക്സ് സീനിൽ രൺബീർ ഒരു ഇടിച്ച് കൊല്ലുന്ന ഒരു സീനുണ്ട്. ഇത്രയ്ക്കങ്ങ് കൊണ്ട് സിമ്പിളായിട്ട് അങ്ങ് തീർക്കാൻ വേണ്ടിയുള്ള ഒരു ആക്ടറല്ല പുള്ളി. അത് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പുള്ളിയുടെ റേഞ്ചൊക്കെ വേറെയാണ്. പിന്നെ ഈ എത്ര ഒരു വലിയ നടനാണെങ്കിൽ നെഗറ്റീവ് റോൾ ചെയ്യുകയാണെങ്കിൽ പിന്നെ അവസാനം ഹീറോയുടെ കൈകൊണ്ട് മരണപ്പെടുക, കീഴ്പ്പെടുത്തുക, ഈ റോൾ തന്നെയാണ് കിട്ടാൻ വേണ്ടി പോകുന്നത്. അതിനി ഒരു വ്യത്യാസവും കാര്യങ്ങളും അത് തന്നെയാണ് ഇവിടെ ആവർത്തിക്കുന്നത്. ആ ഒരു കാര്യം വെച്ച് ഇമേജ് നോക്കുകയാണെങ്കിൽ ഈ സീക്വൻസ് ഒരിക്കലും അലോപെട്ട കാര്യങ്ങളൊന്നുമല്ല. സോ ആ ഒരു കാര്യം വെച്ച് സിനിമയിൽ അങ്ങനെ വന്നു എന്നുള്ള കാര്യം മാത്രമേ ഞാൻ അവിടെ പറയുന്നുള്ളൂ. പിന്നെ ബോബി ഡിയോളാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എൻട്രി. എപ്പോൾ വരും എന്നുള്ള കാര്യങ്ങളൊക്കെ വെച്ച് ഇദ്ദേഹം ഒരു ബ്രൂട്ടൽ മനുഷ്യനാണ്. ആക്ഷൻ പാക്കും കാര്യങ്ങളും ഈ പുള്ളി എന്തും ചെയ്യും. അതായത് നമ്മളെ ഹീറോയ്ക്ക് തുല്യമായിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ് ബോബി ഡിയോൾ ഇങ്ങനെ ചെയ്തത്. രൺബീറിൻ്റെ ആ ഒരു ബ്രൂട്ടൽ മാനും ഇവിടെ നമ്മുടെ ബോബി ഡിയോളിൻ്റെ ബ്രൂട്ടൽ മാൻ ആ രീതിക്കുള്ള ഒരു കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ഇവിടെ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. രണ്ട് പേര് ഒരു ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന ഒരു പെർഫോമൻസിനാണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. ഇനി പറയുകയാണെങ്കിൽ ഈ സിനിമയ്ക്ക് ഒരു എൻഡിങ് സമയത്തുള്ള ഒരു ഫൈറ്റ് സീക്വൻസ് എടുത്ത് വെച്ചിരിക്കുന്ന ആ ഒരു രീതിയും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. ഫൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഫൈറ്റ്. അത് ഗംഭീരമായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു ബ്രില്യൻ്റ് ഡയറക്ഷനും കാര്യങ്ങളൊക്കെ തന്നെയാണ്. സോ ആ ഒരു കാര്യം വെച്ച് ഫസ്റ്റ് ഹാഫ് വരെ രൺബീറിൻ്റെ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും മാസ് ആക്ഷനൊക്കെ ആയിട്ട് ഇങ്ങനെ പോയ സമയത്ത് സെക്കൻഡ് ഹാഫ് തൊട്ട് ബോബി ഡിയോൾ വന്ന സമയത്താണ് ഈ സിനിമയ്ക്ക് ഒരു എനർജിയും കാര്യങ്ങളൊക്കെ വന്നത്. ആ ഒരു ഇത് വെച്ച് നല്ല ഒരു ഇമ്പ്രൂവ്മെൻറ്റിൽ കൂടെ സിനിമ മാറി സെക്കൻഡ് ഹാഫിൽ തന്നെയാണ്. ഇത്ര എനിക്ക് പറയാൻ വേണ്ടിയുള്ളൂ. സോ ആ ഒരു കാര്യം വെച്ച് ആനിമൽ എന്ന് പറഞ്ഞ സിനിമയിൽ ഇപ്പോൾ ഇത് എടുത്ത് പറയാൻ വേണ്ടി പോലും ഭയങ്കരമായ ഒരു ഹൈപ്പുള്ള സിനിമയും കാര്യങ്ങളൊന്നുമില്ല. എന്നിരുന്നാലും നമുക്കൊരു ഫ്രഷ് കണ്ടൻറ്റാണിത്. അത് മാത്രമേ ഉള്ളൂ. പിന്നെ ബോബി ഡിയോളിൻ്റെ പെർഫോമൻസും അത് നമുക്കൊന്ന് എടുത്ത് കാണണം. ആ രീതിക്കുള്ള ഒരു ലേബലിൽ മാത്രമേ ഉള്ളൂ. രശ്മികനെ പറ്റി പറയുകയാണെങ്കിൽ രശ്മിക ഭയങ്കരമായിട്ട് നിരാശപ്പെടുത്തി. ആ ഒരു കഥാപാത്രത്തിന് ഒരു എനർജി കൊടുക്കാൻ വേണ്ടി രശ്മികയ്ക്ക് പറ്റിയില്ല എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. അത് അത്രയ്ക്ക് പെർഫെക്റ്റായിട്ട് വന്നില്ല. എന്തോ ചെയ്തെങ്കിൽ പോലും അത്ര പെർഫെക്റ്റായിട്ട് വന്നില്ല. ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഒരു എക്സ്പെരിമെൻ്റ് സിനിമ എന്നൊക്കെ പറയാൻ വേണ്ടി പറ്റി. എക്സ്പെരിമെൻ്റ് കണക്കത്തെ ഒരു പടം അത് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്ന. സോ ഈ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇത് നിങ്ങൾ കാണണമെങ്കിൽ കാണാം. പിന്നെ ബ്രൂട്ടൽ സീൻസ് അധികമായിട്ടുള്ളതും അഡൾട്ട് കണ്ണിനെ കൊണ്ടുവന്ന് ഒറ്റയ്ക്കിരുന്ന് കാണുന്നതായിരിക്കും ഏറ്റവും വലിയ ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. ഫാമിലിയുടെ നിന്ന് കാണാൻ വേണ്ടി നിൽക്കണ്ട ഈ പടം. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് ആനിമൽ എന്ന് പറഞ്ഞ സിനിമ ഒരു മികച്ച സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആവറേജ് തന്നെ ഞാൻ പറയത്തുള്ളൂ. ആ രീതി കണ്ടിരിക്കാൻ വേണ്ടി പറ്റിയ ഒരു സിനിമ. പിന്നെ ഒറ്റയ്ക്ക് ഇരുന്ന് കാണാൻ വേണ്ടി മാത്രം ഈ സിനിമയുടെ ഒരു മൂഡ് നമുക്ക് സമ്മതിക്കത്തുള്ളൂ. സോ ആ ഒരു കാര്യം വെച്ച് ഇതാണ് ആനിമൽ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സിനിമയ്ക്ക് രണ്ടാം ഭാഗം ഉണ്ടാകുമെന്നൊരു അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ കിട്ടി. അത് എന്തുമാത്രം കൺഫേം നടത്തിയിട്ട് നമുക്ക് നോക്കാം. ആ ഒരു കാര്യങ്ങളൊക്കെ വെച്ച് ഇതാണ് എൻ്റെ ആനിമൽ എന്ന് പറഞ്ഞ സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളൊക്കെ. സോ ആ ഒരു കാര്യം വെച്ച് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റ് സിനിമയുടെ ഒരു വിശേഷമായിട്ട് വരുന്നവരേക്കും ദിസ് പ്രണവ് സൈനിങ് ഔട്ട്. ബൈ.